ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ തക്കാളിയൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 3 ഉണക്കമുളക്, ഒരു 5-6 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് റവ. ഇത്രയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇത്രയും കൂടെ ആദ്യമേ മിക്സിയിലൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഇത്രയൊന്ന് അരച്ചെടുത്തിട്ട് വരും. അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാവ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമുക്കിത് ദോശ ഇട്ടിട്ട് നമ്മുടെ ദോശ ചുടാനുള്ള പാൻ ചൂടായി വന്നിട്ടുണ്ട്. മാവ് ഒഴിച്ചു കൊടുക്കുക. ദോശ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെ ഉണ്ട്. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ അരച്ചല്ലേ. അപ്പോൾ ഇതിന് കറിയൊന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. ഇത് റെഡിയായി വരട്ടെ. ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്തു മാറ്റാം. ഞാൻ അടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പിൻ്റെ ദോശ ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഗോതമ്പ് ദോശ മിക്കവാറും ഉള്ളവർക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ചേർത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ വെറൈറ്റി ദോശയാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് ദോശ ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി കൊണ്ട് പെട്ടെന്ന് ഒരു 5-10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അതിന് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ചട്നി കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.